ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവ കൊണ്ടൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. റവ ആയതുകൊണ്ട് നമുക്ക് നല്ല മാവ് മാതിരി ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടൂല. അപ്പോൾ എൻ്റെ മിക്സിയിൽ ചെറിയൊരു കുഞ്ഞ് തരുതരിപ്പോട് കൂടി തന്നെ പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ആ റവ അങ്ങനെ പൊടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പൊടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു 5ഓളം വരുന്ന ഏലക്കയും കൂടി പഞ്ചസാരയിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുകൂടെ പൊടിച്ചത് കൂടെ നമ്മൾ ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചതും റവ പൊടിച്ചതും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. ഈ ഒരു കോഴിമുട്ട കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ 1 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. പാല് നിങ്ങൾ റവ കുടിക്കുന്ന എത്ര വെള്ളം കുടിക്കും അതിനനുസരിച്ചിട്ട് വേണം പാല് നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം വെള്ളവും യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാല് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. ആ വെള്ളവും സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന റവ കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുമെങ്കിൽ കുറച്ചുകൂടി വെള്ളമോ അല്ലെങ്കിൽ പാലോ ആവശ്യം വരും കേട്ടോ. ഇപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് മുഴുവനായിട്ടും ആവശ്യം വന്നിട്ടില്ല. ഒരു 1/4 കപ്പോളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ആ മുട്ടയും റവയും ഒക്കെ നന്നായിട്ട് മിക്സ് ആകണം. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അപ്പസോഡയാണ്. അതും 1 പിഞ്ച് മാത്രം ചേർത്താൽ മതി. ഇനി ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 2 പിഞ്ച് ചേർക്കാം. അപ്പസോഡ ആണെങ്കിൽ, അതായത് ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1 പിഞ്ച് മാത്രം ചേർത്താൽ മതി. എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ഉപ്പും ബേക്കിംഗ് സോഡയും എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ടൈറ്റായും പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ. തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ 1/2 kg നെയ്യാണ് എടുത്തിട്ടുള്ളത്, അതാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മളിതേ 1/4 കപ്പ് പാല് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത്, ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്, ആ പാത്രത്തിൽ ഒരല്പം നെയ്യാക്കി കൊടുക്കുക. ഗീ ആക്കിയതിന് ശേഷം എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടെയും ഒന്ന് ഇങ്ങനെ ഗ്രീസാക്കി കൊടുക്കുക. ഈ സമയം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ആവി വരുത്താൻ വെക്കണം കേട്ടോ. ആവി വന്നതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ പാത്രം ഇറക്കി വെക്കാൻ പാടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇത് മുഴുവനായിട്ടും പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്താ പറയുക, ബദാമൊന്ന് ക്രഷാക്കി എടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ടൂട്ടി ഫ്രൂട്ടിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സ് എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരു ഭാഗത്ത് കട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പം ഇനി എല്ലാം ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക, അതാണ് നല്ലത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഇരിക്കും. ഇതിങ്ങനെ വല്ലാണ്ട് അടിയിക്കൊന്നും പോകുന്നുമില്ല കേട്ടോ. കണ്ടോ, ഈ സമയത്ത് ഞാനൊരു ആവിപ്പാത്രം ഇവിടെ ആവിക്ക് വേണ്ടി വെച്ചിരുന്നു. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറക്കുക കേട്ടോ. അല്ലെങ്കിൽ പാത്രം ഇറക്കി വെക്കുമ്പോൾ കൈ വെള്ളൂലേ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തത്. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും. എനിക്കിതൊരു അരമണിക്കൂറാണ് കേട്ടോ ഇത് വേവിക്കാൻ എടുത്തത്. ഞാൻ അത്യാവശ്യം എന്താ പറയുക, ഒരു വലിയ പാത്രത്തിലേക്ക് ഒന്നായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് അത്രയും ടൈം എടുത്തത്. നിങ്ങൾ ചെറിയ ചെറിയ പാത്രത്തിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അത്രക്കൊന്നും ടൈം എടുക്കില്ല കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ, ബാക്കി ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. റവ ആയതുകൊണ്ടാണ് ആദ്യമൊക്കെ ഇങ്ങനെ വന്നത്. റവയൊക്കെ വെന്തതാണ് കേട്ടോ. ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ചൂടൊന്ന് ആറി വരട്ടെ, ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചിട്ട്, ഇങ്ങനെ തണുത്ത് വരുന്ന സമയം തന്നെ ഇതിൻ്റെ ആ സൈഡൊക്കെ ഇങ്ങനെ തന്നെ വിട്ടു വന്നോളും. എന്നാലും ഒരു സ്പാച്ചിലുകൊണ്ട് ഇങ്ങനെ ഒന്ന് വിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടിപ്പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആവിൽ വേവിച്ചിട്ടുള്ള ഒരു അടിപൊളി അപ്പമാണ്, അല്ലെങ്കിൽ കേക്ക് എന്ന് പറയാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടാവൂലേ. അപ്പോൾ കുട്ടികൾ കളിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റുമാണ്. ഇതിന് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ ചേരുവകൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാലും മുട്ടയും റവയും ഒക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന ചേരുവകളാണ്. അത് നമ്മൾ ഓയിലൊന്നും അല്ല, ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഹെൽത്തി ആയിട്ടൊരു സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.